വേറൊരു വലിയൊരു ചോദ്യം ആൾക്കാർക്ക് മുന്നിൽ, ഇപ്പോൾ സിനിമാ നടന്മാരൊക്കെ 70-80 വയസ്സായാലും വളരെ ചെറുപ്പമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അതിൽ അവർ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടാണ് ചെറുപ്പമാകുന്നതൊക്കെ ഒരു മിഥ്യാധാരണ ആൾക്കാർക്കുണ്ട്. അത് ശരിയാണോ? നമുക്ക് ഏജ് എന്നുള്ള സംഗതിയെ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല. ഏജ് നാച്ചുറലി ഇറ്റ് ഹാപ്പൻസ്. പിന്നെ ഏജിങ് ഫാസ്റ്റ് ആവാനായിട്ട് നമ്മുടെ ജീവിത രീതികളിൽ പല കാര്യങ്ങൾ അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ അമിതമായി മദ്യപിക്കുന്നവർ, അമിതമായി സിഗരറ്റ് വലിക്കുന്നവർ, അതുപോലെ ഒരു ഹെൽത്തി ലിവിങ് മെയിൻറ്റെയിൻ ചെയ്യാത്തത്. അതായത് നമ്മൾ മിതമായ ഭക്ഷണം കൃത്യമായ സമയത്ത് കഴിക്കുക, അതുപോലെ എക്സസൈസിനുള്ള ഇമ്പോർട്ടൻസ്, ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് തന്നെ ഏറെക്കുറെ നമ്മുടെ ഏജ് ഫാക്ടറിനെ നിയന്ത്രിക്കും ഏറെക്കുറെ. പക്ഷേ അതൊന്നും നോക്കാതെ വെറുതെ നമ്മുടെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും, ഇപ്പോൾ ഒരു ഫേസ് ലിഫ്റ്റ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. റെഗുലർലി സിഗരറ്റ് വലിച്ച് യാതൊരു ഒരു ജീവിതശൈലി മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരാൾ ഏജ്ഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഫേസ് ലിഫ്റ്റ് ചെയ്തു കൊടുക്കാം. പക്ഷേ ഹിസ് ഏജിങ് പ്രോസസ് വിൽ ആക്സിലറേറ്റ് ഇഫ് ഹിസ് ലൈഫ് സ്റ്റൈൽ ഇസ് നോട്ട് മെയിൻറ്റെയിൻഡ്. സോ നല്ലൊരു ആരോഗ്യമുള്ള ഒരു ബോഡിയിൽ നമ്മൾ ചെയ്യുന്നതിൽ കാര്യമുള്ളൂ. അങ്ങനെ ചെയ്യുന്നതിൽ നമുക്കൊരു അഡ്ജുവൻ കാര്യങ്ങൾ ചെയ്യാം കുറച്ച് നാൾ. പക്ഷേ ഏജിങ് നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ പ്രായമായിട്ടുള്ള ആൾക്കാർ പ്യുവർലി കോസ്മെറ്റിക് സർജറിയുടെ ബേസിസിൽ അവരുടെ ഏജിങ് അവർക്ക് പിടിക്കാൻ പറ്റില്ല. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇസ് അറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. വാട്ട് ടു ഈറ്റ്, ഹൗ മച്ച് ടു ഈറ്റ്, വെൻ ടു ഈറ്റ്, ആൻഡ് ദെൻ എക്സസൈസ്. ഈ സംഗതികൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ലൈഫിന്. പലപ്പോഴും ഡോക്ടേഴ്സിന്, ഞാനിത് പറയുമ്പോൾ പോലും ഞങ്ങളെപ്പോലുള്ള ഡോക്ടേഴ്സിന് ഇതിലെല്ലാ ക്രൈറ്റീരിയയും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് മിതമായി കഴിക്കുക, നല്ല ആഹാരം കഴിക്കുക എന്നുള്ള സംഗതികൾ മാത്രം. ടൈമിങ്ങിൻ്റെ കാര്യം വരുമ്പോൾ ഞങ്ങൾക്കും പ്രശ്നമാണ്. സമയം പാലിക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ട്. പക്ഷേ ഡോക്ടർ ഇപ്പോഴും യൗവനമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഡോക്ടർ. അപ്പം അത് ഒരു മിഥ്യാധാരണ ഉണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നു ആൾക്കാർ അവരുടെ ദൈനംദിനമായ ജീവിത രീതിയിൽ തന്നെ മാറ്റം വരുത്തിയാൽ എനിക്ക് തോന്നുന്നു സൗന്ദര്യം നിലനിർത്താവുന്ന കാര്യമേ ഉള്ളൂ. അതെ, തീർച്ചയായിട്ടും. ഞാനൊരു കോസ്മെറ്റിക് സർജറി ചെയ്യാത്ത ആളാണ്. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരുമാതിരി എല്ലാ വ്യക്തികൾക്കും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ തന്നെ കുറേയൊക്കെ നമ്മൾ ഹെൽത്തി, യങ് ആയിട്ട്, അതുപോലെ തന്നെ റീജുവനേറ്റഡ് ആയിട്ട് നിന്ന് നിൽക്കും. ഈ പറഞ്ഞ പ്ലാസ്റ്റിക് സർജറി പ്രൊസീജിയേഴ്സ് ഡെഫിനറ്റ്ലി അതിന് അഡ്ജുവൻ്റ് ആണ്, അത് ഹെൽപ്ഫുൾ ആണ്. പക്ഷേ പ്യുവർലി അതിൻ്റെ പുറത്ത് പോകരുത്. വളരെ നന്ദിയുണ്ട് ഡോക്ടർ, ഇത്രയും വിലപ്പെട്ട സമയം അങ്ങ് നമുക്ക് വേണ്ടി തന്നു. ഒരുപാട് വിശേഷങ്ങളും അതേപോലെ ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ പങ്കുവച്ചതിന് താങ്ക് യു വെരി മച്ച്. താങ്ക് യു.